ഇറാൻ അമേരിക്കൻ നിർണായക സമാധാന ചർച്ച പാകിസ്ഥാനിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായി മരവിപ്പിച്ച സ്വത്തുകൾ തിരിച്ചു നൽകിയതിന് ശേഷം മാത്രമേ തങ്ങൾ ചർച്ചയ്ക്കുണ്ടാകൂ എന്നുള്ള ഒരു ഉപാധി ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പ്രധാനമായ രീതിയിൽ ആദ്യം ചർച്ച ചെയ്യപ്പെടുക എന്നുള്ള തീരുമാനമായിട്ടുണ്ട്. അത് ഈ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇവർ സംയുക്തമായ രീതിയിൽ ഇറാൻ്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഒരു രൂപത്തിലെത്തിയതിന് ശേഷം മാത്രമേ അമേരിക്കൻ പ്രതിനിധികളുമായി ഇറാൻ നേരിട്ടൊരു ചർച്ച ഉണ്ടാകൂ എന്ന ഒരു അഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വളരെ നിർണായകമായിരിക്കുന്ന ഒരു ചർച്ചയാണ് ഇന്ന് പാകിസ്ഥാനിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഉപരോധ വേളയിൽ അമേരിക്ക പിടിച്ചു വെച്ച സ്വത്തുക്കൾ തിരിച്ചു നൽകുക എന്നുള്ളതാണ് കണ്ടീഷനിൽ പ്രധാനമായിരിക്കുന്ന കാര്യം. അത് രണ്ട് തരത്തിൽ ഈ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇറാൻ പറയുന്നുണ്ട്. ഒന്ന്, ഉപരോധ സമയത്ത് പിടിച്ചു വെക്കപ്പെട്ടതിന് പുറമെയായി ഇറാൻ വിൽപ്പന നടത്തിയിരിക്കുന്ന പെട്രോളിയത്തിൻ്റെ പണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നൽകുന്നത് മരവിപ്പിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിനെക്കുറിച്ചും തീരുമാനമാവണം. മരവിപ്പിച്ച സ്വത്തുകൾ അപ്പാടെ തന്നെ വിട്ടു നൽകണം എന്നുള്ള കർശനമായിരിക്കുന്ന ഒരു ഉപാധിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് വെച്ചത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം അമേരിക്കയും ഇറാനും നേരിട്ടൊരു ചർച്ച നടത്തുന്നു എന്നൊരു പ്രത്യേകത ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലെത്തിയതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായിരിക്കുന്ന നിലപാട് പറഞ്ഞ് അദ്ദേഹം പാകിസ്ഥാനിലെത്തിയിരിക്കുന്നു എന്ന വിവരം റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ജെ ഡി വാൽസ്, ഈ ജറാദ് കുഷ്നർ, മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയായിരിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫ് ഇവരാണ് അമേരിക്ക പ്രതിനിധീകരിച്ചെത്തുന്നത്. 10 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. അതിൽ ഊന്നിയിരിക്കുന്ന ചർച്ചകൾ ഈ ഔദ്യോഗികമായിരിക്കുന്ന ചർച്ചയ്ക്ക് മുൻപായിട്ട് ഉപചർച്ചയായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യഘട്ടത്തിൽ ചർച്ചയാവുക എന്ന ഒരു റിപ്പോർട്ടും ഇതിൻ്റെ കൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. $2 മില്യൺ ഇപ്പോൾ ഓർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രധാന വിഷയമാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിലൊന്ന് ഓർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് ലെബനാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാവണം എന്നുള്ള കർശനമായിരിക്കുന്ന നിലപാടും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഓർമുസ് കടൽ കടക്കാൻ വേണ്ടിയിട്ട് $2 മില്യൺ ഓരോരോ കപ്പലിനും ഇറാൻ ഈടാക്കുന്നുണ്ട്. അത് തുടരും. രാജ്യത്തിൻ്റെ പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ ആ പണം ഉപയോഗിക്കുകയും ചെയ്യും. ഡോളറാണ് അതിന് കണക്കാക്കുന്നത്. ഡോളറിന് തത്തുല്യമായ രീതിയിലുള്ള ചൈനീസ് കറൻസിയോ അല്ലെങ്കിൽ യൂറോപ്യൻ കറൻസിയോ ആണ് ഇറാന് നൽകേണ്ടത് എന്ന് പറയപ്പെടുന്നു. അതല്ലെങ്കിൽ ഇറാനിൽ നിന്ന് നേരിട്ട് കൊണ്ട് ഡോളർ സ്വീകരിക്കുന്ന ഒരു നിലപാട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കില്ല. ഡോളർ ഉപയോഗവും വിനിമയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഡോളർ വിനിമയം ഇറാനും അമേരിക്ക തമ്മിലില്ലാത്തതിനാൽ ഒന്നുകിൽ എന്ത് ചെയ്യണം, മറ്റുള്ള കറൻസിയിൽ വിനിമയം നടത്തണം. അതല്ലെങ്കിൽ ഉപരോധം പിൻവലിച്ചുകൊണ്ട് ഡോളർ വിനിമയം നടത്താനുള്ള അനുമതി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാൻ ലഭിക്കുകയും വേണം. അങ്ങനെ ആ സമയത്ത് ഏറെക്കുറെ പ്രശ്നങ്ങൾ അവസാനിക്കും. കടലിൻ്റെ, അതായത് ഓർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എല്ലാ കാലത്തും ഇറാൻ ആയിരിക്കും എന്നുള്ളത് ഈ ചർച്ചാ സംബന്ധമായ രീതിയിലുള്ള കാര്യത്തിൽ അംഗീകരിക്കണം. മരവിപ്പിച്ച സ്വത്തുകൾ അങ്ങനെ തന്നെ തിരിച്ചു നൽകാൻ ആവശ്യമായിരിക്കും നടപടികൾ സ്വീകരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു. സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടരാൻ വേണ്ടിയിട്ട് അനുവദിക്കണം. സമാധാന ആവശ്യത്തിന് സമ്പുഷ്ട യുറേനിയം നിർമ്മിക്കുക എന്നുള്ളത് ഓരോ രാജ്യത്തിൻ്റെയും അവകാശമാണ്. അത് അവകാശത്തിൽ ഇടപെടാനോ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനോ അധികാരമില്ല. അതുകൊണ്ട് ആ നിലപാട് തുടരാൻ വേണ്ടിയിട്ടുള്ള അനുമതി ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം. ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് അമേരിക്കയുടെ ഉപരോധം 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം കുറഞ്ഞ കാലം ഒഴിച്ചാൽ ബാക്കി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തികപരമായിരിക്കുന്ന വിഷയത്തെ സാരമായിട്ട് ബാധിച്ചത് ഈ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. രാജ്യത്തിൻ്റെ പുരോഗമനമായിരിക്കുന്ന കാര്യത്തിനൊക്കെ ഈ ഉപരോധം വല്ലാത്ത രീതിയിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ കറൻസിയുടെ മൂല്യം ഇടിയാൻ വേണ്ടിയിട്ട്, തൊഴിൽ മേഖലയെ അധപ്പതിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ രാജ്യപുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും രാജ്യത്തെ ആഭ്യന്തരപരമായിരിക്കുന്ന സംഘർഷങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കാനും ഈ ഉപരോധം വലിയ പങ്ക് വച്ചിട്ടുണ്ട് എന്നതിനാൽ ഈ ഉപരോധം അപ്പാടെ നീക്കം ചെയ്യണം എന്നും കൂടി ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. $6 മില്യൺ എങ്കിലും ഖത്തറിൽ അമേരിക്ക മരവിപ്പിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. എന്നാൽ അനൗദ്യോഗികമായിരിക്കുന്ന ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ പണം തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറായിരിക്കുന്നു എന്ന തരത്തിലാണ്. ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പിന്നീട് ഈ സ്ഥിരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യം അത് ആവർത്തിച്ചുകൊണ്ട് ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിരിക്കുന്ന വെടിനിർത്തൽ, താൽക്കാലിക 15 ദിവസത്തെ വെടിനിർത്തലല്ല.
യുദ്ധാവസാനവുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തലും ഇനിയൊരിക്കലും ഇറാൻ ആക്രമിക്കില്ല എന്ന് ഈ മധ്യസ്ഥർ മുഖാന്തരം വാക്കാൽ നൽകുകയും വേണം, അല്ലെങ്കിൽ രേഖാൽ നൽകുകയും വേണം. കാര്യം എന്ന് പറഞ്ഞാൽ 2025 ആക്രമിച്ചു, 2026 ആക്രമിച്ചു, ഇനി 2027 ആക്രമിക്കില്ല എന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. അതിനാൽ എന്ത് ചെയ്യണം? ഇത് കൃത്യമായ രീതിയിൽ മധ്യസ്ഥർ ഏറ്റെടുത്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള രേഖപ്രകാരമുള്ള മറുപടി നൽകണം എന്നുള്ളതാണ്. തന്ത്രപ്രധാനമായിരിക്കുന്ന ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്. പ്രദേശത്താകമാനം വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സൈനിക മേധാവിയായിരിക്കുന്ന അസീം മുനീർ നമ്മൾ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തി. രണ്ടാം ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫുമായിട്ട് ചർച്ച നടത്തി. സാമ്പത്തിക ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. സാമ്പത്തിക ഉപരോധ വിഷയം പ്രധാനമായിരിക്കുന്ന ചർച്ചയാവും. IAEA അവർക്ക് അനുമതി നൽകണമെന്ന് അമേരിക്ക ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി വീണ്ടും ഇറാനിൽ പരിശോധന നടത്താനുള്ള അനുമതി ഇറാൻ നൽകണം എന്ന് അമേരിക്ക ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇറാൻ അതിന് അനുമതി നൽകും എന്നുള്ളതുമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വാശിയൊന്നുമില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ രാജ്യത്ത് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധവും അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെതിരെയുള്ള ഉപരോധവും ഈ വ്യത്യസ്ത കാലങ്ങളിൽ ഇറാൻ്റെ സ്വത്തുക്കൾ മരവിപ്പിക്കുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തതെല്ലാം വിട്ടുതരാൻ പൂർണ്ണമായിരിക്കുന്ന തയ്യാറെടുപ്പ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങളുടെ രാജ്യത്തേക്ക് IAEAക്ക് പ്രവേശിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചത്. 6 ആഴ്ച ഇപ്പോൾ പിന്നിട്ടു. ശക്തമായിരിക്കുന്ന യുദ്ധം തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നടക്കുന്നത്. അഥവാ കഴിഞ്ഞ ഒരു 50 വർഷത്തിനിടയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ, അതായത് ഒന്നാം ലോക യുദ്ധത്തിനും രണ്ടാം ലോക യുദ്ധത്തിനും ഉപയോഗിച്ചതിനേക്കാൾ കഠിനമായിരിക്കുന്ന ആയുധങ്ങളും പ്രയോഗങ്ങളും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിഗമനം. നീണ്ട കാലാവധി നീണ്ടതാണ് 1-2 ലോകയുദ്ധങ്ങൾ. എന്നാൽ കുറഞ്ഞ കാലാവധിക്കിടയിൽ ഇത്രയേറെ മരണങ്ങൾ സംഭവിച്ചതും ഇതാദ്യമായിട്ടാണ്. ഗസ യുദ്ധത്തിൽ നിന്ന് 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തോടനുബന്ധിച്ച് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൻ്റെ തുടർച്ചയാണ് ഇത് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ സമയത്ത് അവിടെ 60,000-നും 70,000-നും ഇടയിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അഥവാ ഇസ്രായേലിൽ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വംശഹത്യ ചെയ്യപ്പെട്ട രീതിയിലുള്ള പ്രവർത്തികളാണ് അവിടെ ഉടനീളം ഗസയ്ക്ക് ചുറ്റുഭാഗത്തും നടന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ട്രംപിൻ്റെ നടുവൊടിയുന്നതാണ്. ഇറാന് ഇതിഹാസ താരമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയോ എല്ലാവിധ ശക്തിയും എല്ലാവിധ ബുദ്ധിയും എല്ലാവിധ സമ്പത്തും സൈനികപരമായിരിക്കും എല്ലാവിധ സംവിധാനവും ഉപയോഗിച്ചിട്ടും ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അത് റെക്കോർഡായിട്ടാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല മൂന്നാം ലോക രാജ്യത്ത് അവർക്ക് സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയപ്പെട്ടു എന്നൊരു പ്രത്യേകതയുണ്ട്. ഒരു രാജ്യത്തെ അട്ടിമറിക്കുക, ദരിദ്ര രാജ്യവും മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുക, അവിടുത്തെ ഭരണാധികളെ കൂട്ടക്കൊല ചെയ്യുക, ഭരണാധികളെ കൊലപ്പെടുത്തുക, പുതിയ ഭരണ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക, ഇതൊക്കെ കാലങ്ങളായി ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. അതിന് ഇറാൻ തടയിട്ടിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അതിലിടപെടാൻ വേണ്ടി അമേരിക്കയ്ക്ക് അധികാരങ്ങളില്ല, എല്ലാവരും തത്തുല്യമായ രീതിയിൽ തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്, നിങ്ങൾ എത്ര വലിയ ശക്തി ഉണ്ടെങ്കിലും അത് നിങ്ങൾ പ്രതിരോധിക്കാൻ മാത്രം ഞങ്ങൾക്ക് ബലമുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകം വളരെ കൃത്യതയോടുകൂടിയാണ് ഈ ഇറാൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നിരീക്ഷിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ 2 ഭാഗമായിട്ട് മാറാറുള്ളത് സ്വാഭാവികമാണ്, 2 കക്ഷികളായിട്ട്. ഇവിടെ അത് ഉണ്ടായിട്ടില്ല. ഇവിടെ അമേരിക്കയെ ഒറ്റപ്പെടുത്താൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും താല്പര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇറാന് അനുകൂലമായിരിക്കുന്ന നിലപാടല്ലാതെ ഇറാൻ വിരുദ്ധമായിരിക്കുന്ന ഒരു തരംഗം ഇല്ല. ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, ഇസ്രായേലിന് പിന്തുണ നൽകുന്ന അമേരിക്ക ഒറ്റപ്പെടലാണ് ഇപ്പോൾ ഉള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളോ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ പോലും അമേരിക്കയ്ക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്തുണ പറയുന്നില്ല എന്നുള്ളതും അമേരിക്കയെ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതും വ്യത്യസ്ത മേഖലയിൽ അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അറേബ്യൻ രാജ്യങ്ങളിലെ എംബസികൾ ഇറാൻ്റെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടച്ചുപൂട്ടേണ്ട സ്ഥിതി വന്ന്. അങ്ങനെ എംബസി കോൺസുലേറ്റ് അടച്ചുപൂട്ടുക മാത്രമല്ല അവിടെ ഉണ്ടായത്, അതിനപ്പുറമായ രീതിയിൽ ഒരു അമേരിക്കൻ പൗരന് സ്വതന്ത്രമായ രീതിയിൽ ആ രാജ്യത്തിലൂടെ നടന്നു പോകാനോ താമസിക്കാനോ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനോ സാധിക്കാത്ത വിധം അവർ വലിയ രീതിയിലുള്ള മാനസിക പ്രയാസത്തിലായിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ്റെ ചാരസംഘങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ, ഖത്തറിൽ ഇതിൻ്റെ ഇടയിൽ 6ഓളം വ്യക്തികളെ പിടിക്കപ്പെട്ടിരുന്നു. അത് ഇറാൻ്റെ ചാരസംഘമാണ് എന്നാണ് പറയപ്പെട്ടത്.
അപ്പോൾ ഈ മേഖല ഇപ്പോൾ അമേരിക്ക ഭയപ്പെടുന്ന കാര്യം, അമേരിക്ക പൗരന്മാർ ഭയപ്പെടുന്ന കാര്യം, ആരൊക്കെയാണ് ഇപ്പോൾ ചാരന്മാർ, ആരൊക്കെയാണ് യഥാർത്ഥത്തെ നമ്മളുമായിട്ട് സഹകരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ജാതീയ വംശീയ മതപര രാഷ്ട്രീയ സാമ്പത്തിക യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ മേഖലയിലും അത് സ്പർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നേർക്കുനേരെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദിവസങ്ങൾക്കകം ഇറാൻ പരാജയപ്പെടുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെയല്ല ഈ യുദ്ധത്തിൻ്റെ റൂട്ട് ഇറാൻ തെളിച്ച് നടന്നത്. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അറേബ്യൻ രാജ്യങ്ങളോട് പറയപ്പെട്ട പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇതാണ്: ഇതൊരു മേഖലാ യുദ്ധമായിട്ട് മാറും, നിങ്ങളൊരിക്കലും അമേരിക്കയോട് പിന്തുണ നൽകരുത്. അങ്ങനെ വരുന്ന സമയത്ത് വലിയ വിഷയങ്ങൾ പ്രതിസന്ധി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പം നടക്കുന്നത്. ഏതായിരുന്നാലും ഇന്നത്തെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം ലോകം മുഴുവനും ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.